അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു അടിപൊളി ഷേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കാണിത്. ചക്കക്കുരു വെച്ചാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കും ചക്കക്കുരു വെച്ച് എന്താ ഇത്ര ടേസ്റ്റുള്ള ഷേക്കെന്ന്. ശരിക്കും ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തന്നെ സംശയമായിരുന്നു ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടമാവും. ഇതിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല, പകരം ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 15 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തെ തൊലി കളഞ്ഞിട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഒരുപാട് വെന്തുടയണമെന്നില്ല, നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പാകമായാൽ മതി. അത് നമുക്ക് ചൂടാറിയതിന് ശേഷം എടുത്ത് മിക്സിക്കകത്ത് ഇടാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 15 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള ഈന്തപ്പഴമാണ്. ഇത് നമുക്ക് ചക്കക്കുരു കട്ട് ചെയ്ത് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് അടിയാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുരു കളഞ്ഞിട്ടുള്ള 15 ഈന്തപ്പഴം കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ലിറ്റർ പാല് ഞാൻ കട്ടയാക്കിയിട്ടുള്ളതാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ വേണ്ടുള്ളൂ നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഇത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയില്ലേ നല്ല കിടിലൻ ഷേക്കാന്ന്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ, അത്ര ടേസ്റ്റിയാണ് ഇത്. ശരിക്കും ചക്കക്കുരു ബാക്കി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചുമ്മാ എൻ്റെ ഒരു ഐഡിയ ഒക്കെ ചെയ്ത് നോക്കിയതാണ്. നല്ല സക്സസ് ആണ്. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ നമ്മൾ ഇതിൽ ഈന്തപ്പഴമാണ് ചേർക്കുന്നത്, പഞ്ചസാര ചേർക്കുന്നില്ല. ഇത് കറക്റ്റ് എനിക്ക് ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ ഈന്തപ്പഴത്തിന് അത്രയും മധുരം ഇല്ലെങ്കിൽ ഒന്നുകിൽ കുറച്ചും കൂടി ഈന്തപ്പഴം ചേർക്കാം, അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. കൂടുതൽ നല്ലത് ഈന്തപ്പഴം ചേർക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് അഭിപ്രായവും പറയണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള റെഡ് ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടവും കൂടെ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യല്ലേ. അതുപോലെ തന്നെ ഞാനൊരു കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺടെസ്റ്റാണ്. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.